ഇന്നത്തെ ഉച്ചയൂണാണ് കേട്ടോ. ജലദോഷമാണ്, 5-6 ദിവസമായി. അപ്പം ഇന്ന് ഇച്ചിരി വെണ്ടയ്ക്കായും വഴുതനങ്ങയും അങ്ങനെ ഏതാണ്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നു. വെണ്ടയ്ക്ക ഫ്രിഡ്ജിലിടുന്ന തേങ്ങയാണ്, കുറച്ച് ദിവസമായതാണ്. സുഖമില്ലാത്തതുകൊണ്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അത് വറുത്തടിച്ച് ഒരു കറിയങ്ങ് വെച്ചു. അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ദിവസം ആകുന്നില്ല ഞാൻ എടുക്കാതൊക്കെ ഇരുന്ന. തേങ്ങ പൊതിച്ചതില്ല, എന്തോ ചെയ്യുക. ഏതാണ്ട് കുറച്ച് ചീര കുറച്ചു, പൊന്നാങ്കണ്ണി. അപ്പം അതിന് തേങ്ങ പൊതിക്കാനും ചിരടാനും മടി ഇപ്പം. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? അങ്ങനെ അതും കൊണ്ടൊരു മെഴുക്ക് പുരട്ടി. നിങ്ങൾ വല്ലവരും ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ടോ മെഴുക്ക് പുരട്ടി? ചീര കൊണ്ട്. കേരളത്തിലാരും ഉണ്ടാക്കി കാണിയല്ല, മറ്റു വല്ലവരും ഉണ്ടാക്കി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു മെഴുക്ക് പുരട്ടി, ഇച്ചിരി വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇച്ചിരി കൂടുതലങ്ങ് ചേർത്ത് കേട്ടോ. എന്താ വന്നാൽ അതിൻ്റെ പൂവാന്ന് ഏതാണ്ട് കിടക്കുന്നു. കാരണം വിഷമൊന്നും അല്ലല്ലോ, ഇതൊന്നും പറിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം അതിൻ്റെ പൂവാണ് കേട്ടോ. അതിപ്പം ക്യാമറയിൽ വന്നപ്പോഴത് തെളിഞ്ഞ് കാണുന്നു. അപ്പം ഏതാണ്ടെല്ലാം ചേർത്ത്. എൻ്റെ വല്യമ്മച്ചി വരാണ് ഈ കറി ഒന്നും എനിക്ക് തരത്തില്ല. കാരണം എന്താണെന്നറിയോ? ഇതിനെല്ലാം എണ്ണയാണ്. എണ്ണയുള്ളത് ജലദോഷം വന്നാൽ കുടിക്കുകയില്ല, കാരണം ചുമയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു മെഴുക്ക് പുരട്ടി. അതിന് ചേർക്കേണ്ടതൊക്കെ അത്യാവശ്യം എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, എണ്ണയുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, അതൊക്കെ ഉണ്ട്. ഇതും ഒരു മെഴുക്ക് പുരട്ടി. എന്താണെന്നറിയാമോ? ഞാനൊരു ബജി ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ബാക്കി സാധനങ്ങൾ ഞാൻ ഓരോ ട്രിപ്പല്ലേ ഉണ്ടാക്കിയുള്ളൂ, കളയാൻ എനിക്ക് മനസ്സില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിലുണ്ടാക്കി അതിലുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് കാണിക്കാം, നിങ്ങൾക്ക് വിശ്വാസം കാണിയല്ല കേട്ടോ. അതൊക്കെ കൂട്ടി ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതിന് സവാള ചേർത്ത് കേട്ടോ. പിന്നെ എണ്ണ ഇതിൻ്റെ രണ്ടിനും ചേർത്ത്, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എണ്ണയും മുളക് ഉള്ളിയൊക്കെ ചേർത്താൽ എല്ലാത്തിനും രുചിയുണ്ടല്ലോ. പണ്ട് പറയും താളാന്നേലും എന്നെ കറി താളാന്നല്ലോ എന്തോ ചേർത്താലും എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഇത് രണ്ടുമാണ്. പിന്നെ ഇച്ചിരി മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മീൻ അച്ചാർ എടുത്തതാണ്. ഞാൻ എടുക്കുകയല്ലായിരുന്നു. മീൻ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, സുഖമില്ലാത്തതുകൊണ്ട് മീൻ വാങ്ങിയില്ല. ഇന്ന് പിന്നെ സൺഡേ അല്ലേ, രാവിലെ എനിക്ക് അതിന് മെനക്കെടാനുള്ള സമയമൊന്നുമില്ല. രാവിലെ സൺഡേ വർഷിപ്പിന് രാവിലെ 8:30 മുതൽ 1 മണി വരെ പവർ വിഷനിൽ ആണ് കൂടിയത്. ചർച്ചിൽ പോകാനൊന്നും കഴിയില്ലായിരുന്നു. തല കുളിച്ചിട്ട് 4 ദിവസമായി. അപ്പം തീരെ സുഖമില്ലാത്തതുകൊണ്ടും ഒക്കെ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കറി. ചോറ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇരട്ടി എടുത്ത് വെച്ചതാണ്, കഴിക്കാൻ വയ്യ. വായിക്കൊന്നത് രുചിയില്ല. പിന്നെ അതങ്ങനെയൊക്കെ വിശപ്പുമൊക്കെ കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് കറിയെല്ലാം പകുതിയേ എടുത്തുള്ളൂ. ആരോഗ്യമുള്ളവർക്ക് ഇതൊന്നും പോരാ കേട്ടോ. എനിക്ക് മേലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയായിട്ട് എടുത്തത് കേട്ടോ. കറിക്ക് അടി ചോറുണ്ട് കേട്ടോ, കുറച്ച് ചോറേ ഉള്ളേ. എനിക്ക് ഇന്ന് ഇത് മതി. അതിനിടയ്ക്ക് ഞാനൊരു ജ്യൂസ് കുടിച്ചായിരുന്നു. ചെറുപഴം തിന്നായിരുന്നു. ഈ പഴമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് വിശപ്പില്ലാത്തത് കേട്ടോ. അല്ലാതെ ഒന്നും കഴിക്കാതൊന്നും ഇരുന്നില്ല. രാവിലെ ഓട്സ്, ഒരു വലിയ കപ്പിന് 1 കപ്പ് ഓട്സ് കഴിച്ചു. കഴിക്കുന്നുണ്ട്, പക്ഷേ ഇന്നൊരു പാരസെറ്റമോൾ കഴിച്ചു. ആദ്യമെല്ലാം കുറേ കഷായമാണ്, എൻ്റെ മെയിനായിട്ടുള്ള കഷായമാണ്. നിങ്ങളൊക്കെ അപ്പോൾ കഷായം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതാണ്. ചുക്ക്, കുരുമുളക്, തുളസിയില, പനിക്കൂർക്ക, ഇതെല്ലാം ഞാൻ കഷായം ഒരിക്കലും ഉണ്ടാക്കുന്ന അതിൻ്റെ ഐറ്റംസ് കാണിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാനൊരു ഏലക്കായോ ഒരു ഗ്രാമ്പുവോ ഒക്കെ 1ഉം 2ഉം ഒക്കെ ഇടും കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത്, ജീരകം, ഉലുവ, അത്യാവശ്യം മല്ലി ഉണ്ടെങ്കിൽ മല്ലി, എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ അന്നേരം കിട്ടുന്ന എന്തൊക്കെയാണ് അതൊക്കെ ചേർക്കും കേട്ടോ. പക്ഷേ ആ കുരുമുളകും ചുക്കും എല്ലാം കൂടെ ആകുമ്പോൾ കുരുമുളകും ചുക്കും തുളസിയും പനിക്കൂർക്കയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ കൂടെ എനിക്ക് ടേസ്റ്റിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ അങ്ങ് ചേർത്ത് വെച്ച് കഴിയുമ്പോഴേ കുടിക്കാനൊരു സുഖമാണ്. ശർക്കര കൂടെ, ചക്കരയാണ് നല്ലത്. ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ അതേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ അത് കുടിച്ചോളും, പിള്ളേരാണെങ്കിലും കേട്ടോ. മധുരമൊക്കെ ഒന്ന് ചേർത്താൽ. ഞാൻ മധുരം ഇല്ലാതെയും കുടിക്കും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കണ്ടല്ലോ. ഇത്
പിന്നെ ആരോഗ്യമുള്ള ഒരാൾക്ക് ഇത് പോരെ കേട്ടോ, സുഖമില്ലാത്തതുകൊണ്ടാണ്, അല്ല ഞാൻ ഇതിൻ്റെ ഇരട്ടി കഴിച്ചതന്നെ കേട്ടോ. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ഇല്ലാത്തൊരു നാട്ടിൽ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടിയാണ്. എനിക്ക് തേങ്ങ പിന്നെ ഞാൻ പൊട്ടിച്ചു, ഞാൻ റെഡിയാക്കി ഒക്കെ വെച്ചു ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം തേങ്ങ ഇല്ലാത്ത നാട്ടിൽ ചെന്നാൽ ഇനി പരിപ്പിട്ട് വെക്കാൻ കേട്ടോ, ഇലക്കറിയൊക്കെ. പരിപ്പും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒന്നുമില്ലാത്തവർക്ക് ഇങ്ങനെയും വെച്ചാൽ കൂട്ടാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റേ ഇലകൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റുണ്ട്. ഇത് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് അന്നത്തെ ബജി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി താളുണ്ട്, പിന്നെ വഴുതനങ്ങയുണ്ട് കേട്ടോ, പകുതി ഹാഫ് വഴുതനങ്ങയാണ് കേട്ടോ. പിന്നെ ബാക്കി താളും പിന്നെ എന്തുവാ ഇത് ചേനത്തണ്ടാണ് കേട്ടോ. അതൊക്കെ കൂടി ചേർത്താണ്. ഒരു വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത്. ഇനി അത് ബാക്കി വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം കൂടെ വെച്ചാണ് കേട്ടോ. ഒരു തോരൻ നല്ല ടേസ്റ്റാണ്. പനിയാണെങ്കിൽ ഇന്നലെ ടേസ്റ്റ് അറിയില്ലായിരുന്നു, ഇന്ന് ടേസ്റ്റ് അറിയുന്നുണ്ട്. എന്തായാലും ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പം അങ്ങനെ തേങ്ങയില്ലാത്തവർ എന്ത് ചെയ്യും? എനിക്ക് തേങ്ങയില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടംപോലെ തേങ്ങ കിടപ്പുണ്ട്. ഇനി അതുമല്ലയോ, തേങ്ങ പൊതിച്ച് വെച്ചിട്ടാണ് ഞാനിത് ഇതിങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. തേങ്ങ പൊതിച്ച് കിട്ടിയാൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാനത് ചെറിയ കഷ്ണമാക്കും, മിക്സിയിലോട്ടിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ മനഃപൂർവ്വം ഇല്ലാതെ വെച്ചതാണ്. ഇത് എങ്ങനെ ഉണ്ടെന്നറിയാൻ. എണ്ണയുണ്ടോ? എണ്ണയുണ്ടെങ്കിൽ ഇത് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചേർക്കേണ്ടിയൊക്കെ ചേർക്കണം. ഓക്കേ, അപ്പം ബൈ.